ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷാണ്. ഇന്ന് നമ്മൾ ഒരു റാഡിഷും സ്പിനാച്ചും വെച്ചിട്ട് നല്ലൊരു സബ്ജിയാണ്. ലഞ്ച് ബോക്സിനൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കണം നോക്കാം. ഒരു റാഡിഷാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വൈറ്റ് റാഡിഷാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നമുക്ക് പീൽ ചെയ്തെടുക്കണം. നന്നായിട്ട് വാഷ് ചെയ്താലും മതി. ഞാനിവിടെ ഒന്ന് പീൽ ചെയ്യുന്നുണ്ട്. ഇതേപോലെ നമ്മൾ പീൽ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് സ്ലൈസ് ചെയ്യാം. പാലത്ത് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. ഒരു ഓണിയനും കൂടി സ്ലൈസ് ചെയ്തെടുക്കാം. നമുക്ക് എരിവിനനുസരിച്ച് ഗ്രീൻ ചില്ലിയും കൂടി ചോപ്പ് ചെയ്യാം. നമുക്ക് സബ്ജി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ തടിക്ക അടിക്കാൻ വേണ്ടിയിട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. ജീരകം, ചെന്നതാള്, അല്പം ഉരുതാളും കൂടി തടിക്ക അടിക്കുക. അതിനുശേഷം നമുക്ക് മസാലയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സബ്ജി തയ്യാറാക്കണം എന്നുള്ളത് നോക്കാം. ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഏകദേശം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലോട്ട് ചെന്നതാൾ ഇട്ട് കൊടുക്കുക. ചെറിയ തീയിൽ ചെന്നതാളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഏകദേശം ഒന്ന് റോസ്റ്റ് ആയി വരുമ്പോൾ നമുക്കതിലോട്ട് അല്പം ഉരുതാളും കൂടി ഇട്ട് കൊടുക്കുക. അല്പം ജീരകം, ഉള്ളി, അതിലോട്ട് നമ്മൾ ചോപ്പ് ചെയ്ത ഗ്രീൻ ചില്ലിയും ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടാവും. ഉള്ളി ഏകദേശം ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്കതിലോട്ട് റാഡിഷും കൂടി ഇട്ട് കൊടുക്കാം. റാഡിഷ് പെട്ടെന്ന് തന്നെ കുക്കാവും. ഒരുപാട് ടൈമൊന്നും വേണ്ട റാഡിഷ്. നമുക്കിത് കുക്ക് ചെയ്യാതെ തന്നെ കഴിക്കാം സലാഡായിട്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതിയാവും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ചെറിയ രീതിയിൽ വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ അധികം കുക്ക് ചെയ്യുന്നില്ല റാഡിഷ് നമുക്ക് പച്ചയ്ക്ക് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് അല്പം ഒന്ന് സോട്ടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് സ്പിനാച്ച് ഇട്ട് കൊടുക്കാം. നല്ല തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ സ്പിനാച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മഞ്ഞൾപ്പൊടി, അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അല്പം കുരുമുളക്, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. നല്ല തീയിൽ വെച്ച് കഴിഞ്ഞാൽ സ്പിനാച്ചിൽ നിന്ന് വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും.
ചെറിയ തീയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളമായി പോകും. അപ്പോൾ നമുക്ക് നല്ല തീയിൽ വെച്ചിട്ട് ഇതേപോലെ സോസ് ചെയ്തെടുക്കുക. അല്പം മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക. നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ അല്പം ഇട്ട് കൊടുക്കാം കേട്ടോ. എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് പെപ്പറോ അല്ലെങ്കിൽ ഗ്രീൻ ചില്ലി ചൊട്ടി കിട്ടാൻ കിട്ടും. അപ്പോൾ നമ്മുടെ സ്പിനാച്ച് ആൻഡ് റാഡിഷ് സബ്ജി റെഡിയാണ്. അപ്പോൾ റാഡിഷ് ഒത്തിരി കുക്ക് ചെയ്യണ്ട, നമുക്കൊരു ഹാഫ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് എടുക്കാം. കുക്കിംഗ് ടൈം ഏറ്റവും കുറവുള്ളൊരു ഡിഷാണിത്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മുടെ റാഡിഷ് സബ്ജി അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത പുതിയ റെസിപ്പി ആയിട്ട് കണ്ടുമുട്ടാം. ബൈ ബൈ.